ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് മുത്തങ്ങ ഫോറസ്റ്റിന്റെ ഉള്ളിലുള്ള ഒരു 3 വില്ല കോട്ടേജിലേക്കാണ്. അതായത് എ ഫ്രെയിമിൽ ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി കപ്പിൾ ഫ്രണ്ട്ലി കോട്ടേജ് ആണ്. അപ്പോൾ നമുക്ക് ഈ കോട്ടേജ് ഒക്കെ എങ്ങനെ ചെയ്തിരിക്കുന്നത്, കോട്ടേജ് ഒക്കെ എങ്ങനെ അവർ നല്ല ഭംഗിയായിട്ട് ഇന്റീരിയർ ഒക്കെ ചെയ്തേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോയിലേക്ക് പോവാം. പോരെ, ഇവിടെ നമുക്ക് ചെറിയൊരു കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. സ്വിങ്, സീസോ, അതുപോലെ സ്ലൈഡിംഗ് ഒക്കെ വെച്ചൊരു കിഡ്സ് പ്ലേ ഏരിയ. അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു ക്യാമ്പ് ഫയർ ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്ലേസ് കൂടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ബാക്ക് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ എ ഫ്രെയിം കോട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എ ഫ്രെയിം കോട്ടേജ് നല്ല കപ്പിൾ ഫ്രണ്ട്ലി കോട്ടേജ് ആണ്. അപ്പോൾ നമുക്ക് ആ കോട്ടേജിൻ്റെ ഉള്ളിലേക്ക് പോവാം. എങ്ങനെയൊക്കെയാണ് അവർ റൂമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഒരു കോട്ടേജിൻ്റെ ഉള്ളിൽ ആംബിയൻസ് ഒക്കെ നോക്കാം. അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോവാം. റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല ആംബിയൻസ് ആണ്. അതിൻ്റെ ഫ്രണ്ടൊക്കെ ഫുൾ ഫോറസ്റ്റ് വ്യൂ ആണ്. ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അപ്പം ഈ എൻട്രിയിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ബാൽക്കണിയിൽ ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു ചെയറും ടേബിളൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ റൂമിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാണ്. റൂമിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ വാവ്, നല്ല കൂൾ ആംബിയൻസ് ആണ്. കാരണം ഇതിൻ്റെ ഫ്രെയിം, അതായത് ഇതിൻ്റെ സീലിംഗ് ഒക്കെ ചെയ്ത് വുഡ് കൊണ്ടാണ്. മേളിൽ ഓടാണ്, അതിന് താഴെ വുഡൊക്കെ വെച്ചിട്ടാണ് അതായത് ഇതിൻ്റെ സീലിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനി എ സിയുടെ ആവശ്യമില്ല. നല്ല കൂൾ ആംബിയൻസ് ആയിരിക്കും എപ്പോഴും. പിന്നെ ഇവിടെ ബെഡൊക്കെ നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ LED TV കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കിവിടെ വാഷ്റൂം ഏരിയയിലേക്ക് വരുമ്പോൾ ഇതാണ് ഇവിടുത്തെ വാഷ്റൂം ഏരിയ വരുന്നത്. വാഷ്റൂം ഏരിയ ഒക്കെ നല്ല ഭംഗിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ആംബിയൻസ് ആണ്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ബാത്റൂം, നമുക്ക് ഡ്രസ്സൊക്കെ ലഗേജ് ഒക്കെ വെക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഫുൾ വുഡാണ്. വുഡിൽ ചെയ്തുകൊണ്ട് തന്നെ എ സിയുടെ ആവശ്യമില്ല. എനി ടൈം എവറി ടൈം നല്ല കൂൾ ആംബിയൻസ് ആയിരിക്കും. അതുപോലെ നമുക്കിവിടെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാർ പാർക്കിങ്ങിനുള്ള നല്ലൊരു ഏരിയ ഉണ്ട് ഇവിടെ. ഇവിടെ നമുക്ക് 3 ഇൻഡിവിജ്വൽ കോട്ടേജസ് അല്ലാതെ നമുക്കൊരു ഡീലക്സ് റൂം ഉണ്ട്. ഡബിൾ റൂം ഡീലക്സ് റൂമാണ്. അപ്പോൾ ആ റൂമിലേക്ക് നമുക്ക് കയറാം. ഇതാണ് ഇവിടുത്തെ റൂം വരുന്നത്. റൂം നമുക്ക് കിങ് സൈസ് ബെഡൊക്കെ ഉണ്ട്. അപ്പോൾ 2 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റിയൊരു ബെഡാണ്. അതുപോലെ തന്നെ LED TV കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ബെഡ്റൂം വരുന്നത് ഈ സൈഡിലാണ്. അപ്പം നമുക്കൊരു വലിയൊരു ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ സുഖമായിട്ട് ഈ റൂമിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ റൂമിൻ്റെ വേറൊരു പ്രത്യേകത, ഇവിടുത്തെ സിറ്റ് ഔട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ ഫുൾ ഗ്രീനറി വ്യൂ ആണ്. നല്ല ഫോറസ്റ്റ് ആംബിയൻസ്. ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ കുറേ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇവിടുത്തെ വയൽ വ്യൂ ഒക്കെ കാണാൻ പറ്റും. അതായത് ഇവിടെ ഒരു ബെഞ്ചൊക്കെ ഉണ്ട്. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഇവിടുത്തെ വ്യൂ കാര്യങ്ങളൊക്കെ ആസ്വദിക്കാം. അതുപോലെ ഈ സൈഡിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഏരിയ ആണ്. ഇതാണ് സ്വിമ്മിംഗ് പൂൾ ഏരിയ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ പൂൾ വ്യൂ ഒക്കെ കാണാൻ പറ്റും. അങ്ങോട്ടേക്ക് ഫുൾ ലെങ്ത്തിലുള്ള വ്യൂ ഒക്കെ കാണാം. ഫാമിലി ആയിട്ടും കപ്പിൾസ് ആയിട്ടും ബാച്ചിലേഴ്സ് ആയിട്ടും നിങ്ങൾക്ക് ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഈ പ്രോപ്പർട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളുടെ വഴികാട്ടി പേജുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളും ഞങ്ങൾ ഈ വീഡിയോൻ്റെ ഇടയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഓഫ് ജിതിൻ.